ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോജും ശ്രീനിയും വന്നപ്പോൾ ഒറ്റയ്ക്ക് പിണങ്ങി മാറി നിൽക്കുന്ന സുജാതയെ പിണക്കമെല്ലാം ഏറ്റി അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ ബലരാമൻ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന സുജാതയോട് ബലരാമൻ പറയുന്നുണ്ട്, 30 വർഷം അമ്മയെ കാണാതെ വളർന്ന ഒരാളാണ് ഞാൻ. കാണുന്ന ഓരോ മുഖങ്ങളും ഇതാണോ എൻ്റെ അമ്മയെന്ന് സൂക്ഷിച്ച് നോക്കാറുണ്ടായിരുന്നു. അമ്മയെ കാണാൻ ദാഹിച്ചിരുന്നു. അമ്മയെ ഓർത്ത് ഉണ്ണാതിരുന്നു, ഉറങ്ങാതെ കിടന്നു. അവസാനം എൻ്റെ അമ്മയെ കിട്ടി. അപ്പം ഞാൻ കരുതി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ആളായിരിക്കും അമ്മ എന്ന്. പക്ഷെ എൻ്റെ വാക്കുകൾക്ക് അമ്മ വില കൊടുക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കുകയാണ് ബലരാമൻ. എന്നാൽ അതിൽ വീഴുന്നുണ്ട് സുജാത. നിനക്ക് വേണ്ടി ഞാൻ വരാമെന്ന് തന്നെ സമ്മതിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്നതും ബലരാമൻ പറയുന്നുണ്ട്, വന്നാൽ മാത്രം പോരാ, സന്തോഷത്തോടെ അവിടെ നിൽക്കുകയും വേണമെന്ന്. ബലരാമന്റെ സങ്കടം മനസ്സിലാക്കി സുജാത അതിനും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബലരാമന്റെ ആഗ്രഹപ്രകാരം ചിരിച്ചുകൊണ്ട് തന്നെ സുജാത എല്ലാവരും നിൽക്കുന്ന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ശ്രീനിയും മനോജും സാഗറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലരാമൻ സുജാതയും കൂട്ടി വന്നിട്ട് പറയാണ്, കൺമണിയെ മരുമകളായി സ്വീകരിക്കാൻ സന്തോഷത്തോടെ എൻ്റെ അമ്മ ഇപ്പൊ നിൽക്കുകയാണ് എന്ന്. അത് കേൾക്കുമ്പോൾ ശ്രീനിക്കും മനോജിനും സന്തോഷമാകുന്നു. മാഡത്തിനെ കൺമണി അമ്മയെപ്പോലെ തന്നെയാണ് കരുതുന്നതെന്ന് ശ്രീനി പറയുന്നുമുണ്ട്. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് ബലരാമൻ സുജാതയും കുറിച്ചും പറയുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് ശ്രീനിവാസന് വീണ്ടും ഒരു വയ്യായ്മ പോലെയൊക്കെ വരുന്നത്. ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് ശ്രീനിവാസൻ എന്താ വയ്യെന്ന്. മനോജുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ചടങ്ങ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് കരുതുന്നതെന്ന് പറയുമ്പോൾ സുജാത ഉടനെ തന്നെ പറയുകയാണ്, ഇതൊരു അപശകുനമാണല്ലോ എന്ന്. പക്ഷേ സാഗർ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. വളരെ കൂളായിക്കൊണ്ട് തന്നെയാണ് പെരുമാറുന്നത്. ഏതായാലും ജോൽസൻ വരാമെന്നേറ്റ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ സാഗർ പിന്നെ ജോൽസന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. ഫോണപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എന്ത് പറ്റിയതായിരിക്കും എന്നോർത്ത് ശ്രീനിയും സാഗറും മനോജും ഒക്കെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഭാഗ്യശ്രീ സുമിത്രയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സുമിത്രയ്ക്കും വളരെ സന്തോഷമാകുന്നു. അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് തരാനുള്ള മര്യാദയെങ്കിലും നീ കാണിച്ചല്ലോ. പേടിച്ചിട്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഗതികേട് കൊണ്ട് എന്നാണ് തിരിച്ച് ഭാഗ്യശ്രീ പറയുന്നത്. ചായ കുടിച്ചിട്ട് നല്ല ചായയാണെന്നും കടുപ്പം ഇത്തിരി കൂടുതലാ നിന്നെ പോലെ എന്നൊക്കെ സുമിത്ര കമന്റ് പറയുമ്പോൾ അത് ഇനിയും കൂടുമെന്നാണ് ഭാഗ്യശ്രീ പറയുന്നത്. കല്യാണ നിശ്ചയം കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അപ്പോൾ സുമിത്ര പരിഹാസത്തോടെ ചോദിക്കുക, അതിന് ഇന്ന് ആ ചടങ്ങ് അവിടെ നടക്കുവോ എന്തോ എനിക്ക് തോന്നുന്നില്ല. എന്നാൽ സുമിത്രയുടെ വാക്കുകൾക്കൊന്നും പുല്ല് വില കൊടുക്കുന്നില്ല ഭാഗ്യശ്രീ. അപ്പൊ സുമിത്ര പറയുകയാണ്, ആ വീടിന്റെ കാര്യത്തിൽ സമയം നോക്കുന്നത് ജോത്സനല്ല, ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഒരു കറുത്ത പോച്ച കുറുകെ ചാടി. അപ്പം മനസ്സിലാരോ പറഞ്ഞു ഇന്ന് നല്ലൊരു കാര്യത്തിന് വിഘ്നം വരുമെന്ന്. സുമിത്രയുടെ വാക്കുകളിൽ നിന്ന് ഭാഗ്യശ്രീക്ക് തോന്നുകയാണ് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടാണല്ലോ അമ്മ വന്നിരിക്കുന്നതെന്ന്. തുടർന്ന് സുമിത്രയോട് തന്നെ ചോദിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വിഘ്നം വരുമെന്നോ? എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? സുമിത്ര പറഞ്ഞു കൊടുക്കും, എന്ന് വെച്ചാലേ കല്യാണക്കാര്യങ്ങള് മുടങ്ങാനും മുടങ്ങാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. ഏത് കല്യാണക്കാര്യമാണെന്ന് ഭാഗ്യശ്രീ ചോദിക്കുമ്പോൾ എത്രയോ കല്യാണങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിലേതോ ഒന്ന്. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് തന്നെയല്ലേ? സുമിത്രയുടെ വായിൽ നിന്ന് ഇത്രയും കേട്ടപ്പോഴത്തേക്കും ഭാഗ്യശ്രീക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. ഒക്കെ ടെൻഷനാവുന്നുണ്ട്. ഉടനെ തന്നെ കത്തിമനയിൽ നിർത്തി സുമിത്രയെ വരട്ടുകയാണ്. ശരിക്കും എന്താ സംഭവിച്ചത്? കൃഷിന്റെ കൺമണിയുടെ ജീവിതത്തിൽ ഇനിയും നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ? എല്ലാം തുറന്നു പറഞ്ഞോ. എന്നാൽ സുമിത്രയ്ക്ക് ഈ വരട്ടലൊന്നും ഒട്ടും പേടിയുണ്ടാക്കുന്നില്ല. സുമിത്ര വേഗം ഭാഗ്യശ്രീയുടെ കയ്യിൽ നിന്ന് ആ കത്തിയെല്ലാം മാറ്റി, നിനക്കിങ്ങനെ എന്നെ പറഞ്ഞു വരട്ടാനേ പറ്റൂ, പ്രവർത്തിക്കാൻ പറ്റില്ല. അത് അമർത്തണമെങ്കിലേ നിന്റെ പേര് സുമിത്ര എന്നായിരിക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ആ കത്തിയൊക്കെ വലിച്ചെറിഞ്ഞ് സുമിത്ര കൂളായിക്കൊണ്ട് തന്നെ ഭാഗ്യശ്രീയുടെ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. ഭാഗ്യശ്രീക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാൻ പൂർണ്ണമായിട്ട് സാധിച്ചതുമില്ല. കൃഷും കൺമണിയും വളരെ ഹാപ്പി ആയിക്കൊണ്ട് തന്നെ കൃഷിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ് കല്യാണത്തിന് ശേഷമുള്ള തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ കൺമണിയോട് പങ്കുവയ്ക്കുന്നുണ്ട്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, കാറിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണം, ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കണം. കൺമണി അപ്പൊ കൃഷ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും മനസ്സിനിപ്പോ വല്ലാത്ത സമാധാനം തോന്നുന്നു, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ അവസാനിച്ചല്ലോ. എന്നാൽ അത് പറഞ്ഞു തരേണ്ട താമസം എന്തോ ഒരു വലിയ ഒച്ചപ്പാടോടുകൂടി കാറിന്റെ നിയന്ത്രണം അങ്ങ് തെറ്റുകയാണ് കൃഷ്ണന്. കാറ് ലക്ഷ്യമില്ലാതെ പോകുമ്പോൾ കൃഷ്ണനാണെങ്കിൽ സ്റ്റിയറിങ്ങോ ബ്രേക്കോ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കൃഷ്ണൻ കൺമണിയും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. കൃഷി ഇതിനിടയിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ടയർ പൊട്ടിയതായിരിക്കാമെന്ന്. എന്തായാലും ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ കാറ് തനിയെ നിൽക്കുന്നുണ്ട്. പിന്നീട് വേഗം പുറത്തിറങ്ങി വണ്ടിയുടെ ടയറിലേക്ക് നോക്കുമ്പോൾ കൃഷി ഊഹിച്ചത് ശരിയാണ്. ഒരു കുഴപ്പമില്ലാതിരുന്ന ടയറിന് മനഃപൂർവ്വം ആരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കുഴപ്പമുണ്ടാക്കിയതാണെന്ന് മനസ്സിലാകുകയാണ്. കൃഷി ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കൺമണിയോട്, കൺമണി നമ്മുടെ പുറകിൽ ആരോ ഉണ്ട്,
പെട്ടെന്നാണ് കൃഷിന്റെയും കൺമണിയുടെ മുന്നിലേക്ക് ബൈക്കുമായിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നത്. അയാളെ കണ്ടിട്ട് കൃഷ്ണനും കൺമണിക്കും തോന്നുകയാണ് ഇയാളെ എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. കൺമണിക്ക് ഒന്ന് ആലോചിക്കുമ്പോഴേക്കും പിടികിട്ടുന്നുണ്ട്, പണ്ട് കൃഷ്ണനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഒരാളായിരുന്നു ഇത്, ബലരാമന്റെ കൊട്ടേഷനിൽ. തുടർന്ന് കൺമണി കൃഷ്ണനോട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. സർ, അത് പണ്ട് സാറിനെ വെട്ടാൻ വന്നവരിൽ ഒരാൾ തന്നെയാണ്. അതും കൂടെ അറിയുമ്പോഴത്തേക്കും കൃഷ് പിന്നെ അയാളോട് ഏറ്റുമുട്ടാൻ തന്നെ പോകുന്നുണ്ട് ദേഷ്യത്തോടെ. അയാളാണെങ്കിൽ കൃഷ്ണനെയും കൺമണിയും നോക്കി ചിരിച്ചുകൊണ്ട് അതേ ഇരിപ്പിരിക്കുന്നു ബൈക്കിൽ. കൃഷ് തനിക്ക് നേരെ വരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നതും അയാൾ കൃഷ്ണനെ വരട്ടാൻ എന്നോണം തന്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കത്തി പുറത്തേക്കെടുത്ത് കൃഷ്ണനെ കാച്ചിക്കളയുന്നുള്ള ഒരു ആക്ഷനൊക്കെ കാണിക്കും. എന്നാൽ കൃഷ്ണുണ്ടോ പേടിക്കുന്നു. അവനെ പിടികൂടാൻ തന്നെ മുന്നോട്ട് വരികയാണ്. അത് മനസ്സിലാക്കുന്ന ഗുണ്ടയാകട്ടെ വേഗം വണ്ടിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ അയാളെ പിടികൂടാൻ സാധിച്ചില്ല. കൃഷ്ണൻ പിന്നീട് ഓർത്തെടുത്ത് കൺമണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പൊ പോയ ഗുണ്ട അന്ന് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളിൽ ഒരാളാണെന്നും അന്ന് നമ്മളെ രക്ഷപ്പെടുത്താനെന്ന രീതിയിൽ ബലരാമൻ ക്രിയേറ്റ് ചെയ്ത ഡ്രാമയിൽ ബലരാമന്റെ ആളായ ഗുണ്ടയാണിവൻ. കൃഷ് ഇങ്ങനെ ബലരാമൻ എന്ന് പറഞ്ഞപ്പോ തന്നെ കൺമണി ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, ബലരാമനോ? ഏട്ടനല്ലേ? എന്നാൽ കൃഷിന്റെ മനസ്സിൽ അപ്പോഴേക്കും ബലരാമൻ ഒരു വില്ലനായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. കൃഷിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പൂജാരിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ. അല്പം വൈകിയാണെങ്കിലും അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സാഗറിനോട് അദ്ദേഹം പറയുന്നത്, വിഘ്നേശ്വരന്റെ അനുഗ്രഹം കുട്ടികൾക്ക് ആവോളം ഉണ്ട്. ഇന്ന് വരാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ ഭഗവാൻ അനുകൂലമായി നിൽക്കുമ്പോൾ മറ്റു തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുമല്ലോ. അത് കേൾക്കുന്ന സാഗർ എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇന്നിപ്പോ വരാനിറങ്ങുമ്പോൾ ദുർനിമിത്തങ്ങളായിരുന്നു മുഴുവൻ. ഈ യാത്ര വേണ്ടാന്ന് തന്നെ ഞാൻ വെച്ചു. ഇതങ്ങോട്ട് അറിയുന്നത് എല്ലാവർക്കും ആകെ ടെൻഷനായി പോവുകയാണ്. തുടർന്ന് തിരുമേനി പറയുന്നുണ്ട്, ദുർനിമിത്തങ്ങൾ വന്നപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ കയറി. പിന്നീട് രാശി വെച്ച് നോക്കി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ശുഭമായ കാര്യങ്ങളാണ് രാശിയിൽ കണ്ടത്. ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വന്നു. ഏതായാലും തിരുമേനി അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുകയാണ്. രാശി വെച്ചപ്പോൾ എന്താണ് കണ്ടതെന്ന് ശ്രീനി ചോദിച്ചപ്പോൾ തിരുമേനി മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, കാര്യമൊക്കെ മംഗളകരമായി വരുമെങ്കിലും വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്ക് സമയം അത്ര ശരിയല്ല. ചില അപായങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷെ അവരോടൊപ്പം ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്. ഏത് തടസ്സവും ഭഗവാൻ തട്ടിമാറ്റും. അവരുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഇത്തരം സംഭവങ്ങൾ കടന്നുപോയതായി രാശിയിൽ കണ്ടു. അപകടം വരും, അവിടെ രക്ഷകനായി പല രൂപത്തിലും ഭഗവാനും വരും. തിരുമേനി പറഞ്ഞതെല്ലാം കേട്ട് ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട് സാഗറും. കുറച്ചു ദിവസം മുമ്പ് തന്നെ അവർക്കൊരു ആപത്ത് വന്നിരുന്നു, വധശ്രമം. അവിടെ ദൈവം പറഞ്ഞയച്ചത് ദേ ഈ ബലരാമനെ കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലാക്കാത്ത തിരുമേനിക്ക് സാഗർ പിന്നീട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതെന്റെ മൂത്ത മകനാണെന്നും. ബലരാമനെ കണ്ടിട്ടും തിരുമേനി നല്ല അഭിപ്രായമാണ് പറയുന്നത്, ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നും. ഈ മകൻ കൂടെ ഉള്ളപ്പോ സാറും കുടുംബവും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നെല്ലാം. അങ്ങനെ തിരുമേനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സാഗറും കുടുംബവും സന്തോഷത്തോടു കൂടി തന്നെ. കൃഷും കൺമണി ഇവിടെ വഴിയിൽ പെട്ട് കിടക്കുകയാണ്. വണ്ടിയുടെ ടയറെല്ലാം ഒരാളെ വെച്ച് മാറ്റി ഇടിക്കുന്നുണ്ട് കൃഷ്. അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ് കൺമണിയോട് പറയാണ്, കൺമണി, നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. നമ്മൾ ബലരാമനെ വിശ്വസിച്ചു, പക്ഷെ അവൻ നമ്മളെ ചതിക്കുക. ഇത് കേൾക്കുന്ന കൺമണിയാകട്ടെ ഒരിക്കലും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃഷ് അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അന്ന് മംഗളവനത്തിൽ വെച്ച് നമ്മളെ രക്ഷിച്ചതോടെ ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിച്ചത്. പക്ഷേ എന്റെ ആദ്യത്തെ തോന്നലായിരുന്നു ശരി, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കൺമണി പിന്നെയും കൃഷ്ണനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യസന്ധനായ ഒരാളായിട്ടാ എനിക്ക് അദ്ദേഹത്തെ തോന്നുന്നത്. സാറ് വെറുതെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നാൽ കൃഷ്ണന്റെ ന്യായീകരണം എല്ലാ കള്ളന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാ. സത്യസന്ധരായിട്ട് വിശ്വസിപ്പിക്കാൻ അവർക്കൊരു മിടുക്കുണ്ട്. ആ ഗുണ്ട ബലരാമന്റെ ആളാണെന്ന് താനും കണ്ടതല്ലേ. അതേസമയം കൺമണി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അന്ന് ഒരുമിച്ചുണ്ടായതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ സാർ? കൃഷ് ഉറപ്പിച്ചു തന്നെ പറയും, ഒരുമിച്ച് തന്നെയാണ് അവരിപ്പോഴും. ബലരാമന് നമ്മുടെ കുടുംബത്തിൽ നുഴഞ്ഞു കയറാൻ സാധിച്ചു. അവൻ സത്യസന്ധനായി നിന്ന് എല്ലാവരെയും കുറിച്ച് പഠിച്ചു. നമ്മൾ പുറത്തേക്ക് പോയപ്പോ ഗുണ്ടകൾക്ക് അറിയിപ്പും കൊടുത്തു കാണും. വാഹനാപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമാണല്ലോ. നമ്മുടെ കുടുംബത്തില് അവൻ ഏറ്റവും പകയുള്ളത് എന്നോടാണ്. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം നോട്ടയിടുന്നതും എന്നെ തന്നെയായിരിക്കും. പിന്നെ പല ഘട്ടങ്ങളിലും നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് നിന്നോടും ദേഷ്യം കാണും അവന്. കൺമണിയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും വിഘ്നേശ്വരൻ നമ്മളെ കൈവിട്ടിട്ടില്ല സാർ. പിന്നെ സാർ, ഒന്നും വേണ്ടായിരുന്നെന്ന് ഇപ്പൊ സാറിന് തോന്നുന്നുണ്ടോ? ഒന്നിനു പുറകെ ഒന്നൊന്നായി ഓരോ പ്രശ്നങ്ങളും അപകടങ്ങളും വരികയല്ലേ. എന്നെ പരിചയപ്പെട്ടതോടെയും നമ്മൾ സ്നേഹത്തിലായതിനു ശേഷമാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ഇങ്ങനെയും പറഞ്ഞു വിഷമിക്കുന്ന കൺമണിയോട് കൃഷ്ണന് ദേഷ്യമാണ് തോന്നുന്നത്. കൺമണി, ഇന്ന് നമ്മുടെ കല്യാണത്തിന്റെ ദിവസം കുറിക്കുകയാണ്. അവിടേക്ക് എത്താൻ പറ്റാത്തതിന്റെ ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതിന്റെ ഇടയിലെ ഒരുമാതിരി പൈങ്കിളി ഡയലോഗൊന്നും അടിക്കല്ലേ. ഞാൻ സാറിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലെന്ന് കൺമണി പറഞ്ഞപ്പോ ശരി. കൺമണി എന്റെ ജീവിതത്തിൽ വന്നപ്പോ എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ താനീ പറയുന്നത്? വീട്ടിൽ സമയം കുറിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറയണോ ഞാൻ? കൺമണി കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നതെന്നല്ലേ കൺമണിയുടെ പരാതി. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളാം.
ഇപ്പയും കുറിക്കാണ്ടാന്ന്. എന്താ? കൃഷ് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ കൺമണി കരഞ്ഞു പോവുകയാണ്. അപ്പോഴത്തേക്കും കൃഷിന് വിഷമാവുന്നുണ്ട്. കൃഷ് എന്നിട്ട് പറയും, ഞാൻ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കൺമണി, എനിക്കറിയാം നീ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്നുള്ളത്. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ പ്രയാസമാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞു. ഇനി എനിക്കൊരു സന്തോഷം വന്നാൽ അത് നിന്റെയും സന്തോഷമാണ്. സങ്കടമാണെങ്കിൽ അതും ഒന്നിച്ച്. അതുകൊണ്ട് തെറ്റായ ചിന്തകളൊന്നും വേണ്ട. ഇനിയും കരഞ്ഞ ഒരു മുത്തുകാവ് തരും. റോഡാണ്, ആളുകൾ കാണും എന്നൊന്നും ഞാൻ നോക്കില്ല, പരസ്യമായിട്ട് തന്നെ തരും എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ കണ്ണീരെല്ലാം തുടച്ച് കൃഷ് കൺമണിയെ ഹാപ്പി ആക്കുന്നുണ്ട്. തുടർന്ന് കൺമണിക്ക് ഒരു മുത്തുകാവ് നൈസായിട്ട് കൃഷി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ടയറെല്ലാം റെഡിയാക്കി വരുന്നുണ്ട് ആള്. മനഃപൂർവ്വം ആരോ ചതിക്കാൻ വേണ്ടി തന്നെ അള്ളു വെച്ചതാണെന്ന് പറഞ്ഞ് ആ അള്ളെടുത്ത് കൃഷിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ പോയി കഴിഞ്ഞ് കൃഷി കൺമണിയോടും പറയാണ്, അയാൾ പറഞ്ഞത് കേട്ടില്ലേ കൺമണി, രാമൻ തന്നെയാ ഇതിന് പിന്നിൽ, അത് ഉറപ്പാ. ഏതായാലും ഇനി ഇവിടെ ഒന്നും സമയം കളയണ്ട, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞു കൃഷി കൺമണിയും കൂട്ടി അവിടെ ഒന്നും യാത്ര തുടരുകയാണ് വീട്ടിലേക്ക്. ഭാഗ്യശ്രീ ആണെങ്കിൽ പിന്നെയും ചെന്ന് സുമിത്രയെ ചോദ്യം ചെയ്യുകയാണ്. എനിക്കറിയണം അമ്മയുടെ ഈ വരവിന് പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അപ്പൊ സുമിത്ര ചിരിച്ചോണ്ട് പറയും, ഉണ്ട്, എന്തെങ്കിലും കാര്യമില്ലാതെ നിന്റെ അടുത്തെത്താൻ എനിക്ക് വട്ടുണ്ടോടി. കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ വന്നത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കും ഞാൻ. എന്നാൽ ഇവിടെ ഒരു മുള്ളേ ഉള്ളൂ, അത് അമ്മയാണെന്ന് തിരിച്ച് നല്ലത് പറയുന്നുണ്ട് ഭാഗ്യശ്രീ. തുടർന്ന് എന്തിനാണ് വന്നതെന്ന് വീണ്ടും പറയാൻ ആവശ്യപ്പെടുമ്പോൾ, രാമനെയും എന്നെയും തെറ്റിച്ച് എന്റെയും ബാലുവിന്റെയും ജീവിത ലക്ഷ്യം തകർത്ത് കളഞ്ഞത് നീയല്ലടി. നീയാണ് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ഞങ്ങൾ ജയിലിലായത് നീ കൺമണിക്ക് അറിവ് കൊടുത്തതുകൊണ്ടാ. അതുകൊണ്ടേ ഞങ്ങൾക്ക് സംഭവിച്ച ഈ നഷ്ടങ്ങൾക്ക് എല്ലാത്തിനും നീ പരിഹാരം ചെയ്യണം. ഞങ്ങൾക്ക് പണം തരണം. പണമാണ് സുമിത്രയുടെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നതും തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നുകളയുമെന്ന് ചോദിക്കുകയാണ് ഭാഗ്യശ്രീ തിരിച്ച്. അപ്പോൾ സുമിത്ര പറയും, അതിന് നിന്നെ ആർക്ക് വേണം? രാമനായിരിക്കുമേടി കൊല്ലാൻ പോകുന്നത്. നീ ചെയ്തതിന്റെ സമാധാനം പറയാൻ പോകുന്നത് അവനായിരിക്കും. അവന് കൊണ്ടാലേ നിനക്ക് നോവുകയുള്ളൂ. അവന്റെ ജീവിതം വലിച്ചു കയറി അലങ്കോലമാക്കും. സ്വസ്ഥതയും സമാധാനവും ഞാൻ കൊടുക്കില്ല. കുടുംബവും കുട്ടികളുമാകാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിച്ചോറാക്കും അവന്റെ ജന്മം ഞാൻ. സുമിത്ര ഇങ്ങനെയൊക്കെ ഭീഷണി മുഴക്കുമ്പോഴും ഭാഗ്യശ്രീ അതിനൊന്നും വില കൊടുക്കുന്നില്ല. ഓ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കല്ലേ. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ബാലു വന്നിട്ട്, നീ കെട്ടണ്ട, നിന്റെ കൈ ഞങ്ങൾ കെട്ടിയിരിക്കും. സുമിത്ര പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. നീ ചെയ്തതിന് അനുഭവിക്കുന്നത് ബലരാമനായിരിക്കും. ഇന്ന് തന്നെ സാഗറിന്റെ വീട്ടിൽ നിന്നും അവൻ അതിന്റെ സൂചനകൾ കിട്ടിത്തുടങ്ങും. ബാലുവും സുമിത്ര ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഭാഗ്യശ്രീക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് സൂചനകൾ കിട്ടുമെന്നാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് നീ അറിയേണ്ട കാര്യമില്ല. സാഗറിന്റെ വീടും നീയുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ബലരാമനല്ലേ അവിടുത്തെ ആള്. നീ ഞങ്ങളുടെ മകളാ. എന്തായാലും ഭാഗ്യശ്രീക്ക് കുറേശ്ശെ പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടനെ ഉപദ്രവിക്കരുതെന്നും ഞങ്ങളെ വെറുതെ വിടണമെന്നും നിങ്ങൾക്ക് പണം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് ഭാഗ്യശ്രീ. എന്നാൽ സുമിത്ര അമ്പിനും മില്ലിനും അടുക്കുന്നില്ല. നിന്റെ നക്കാപ്പിച്ചയൊക്കെ ആർക്ക് വേണോടി? ഞങ്ങൾക്ക് വേണ്ടതേ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഒന്നുമല്ല, കോടികളാ. 50 കോടി തരാനുണ്ടോ? എങ്കിൽ താ, എടുക്ക്. ഇതാണ് അവരുടെ ആവശ്യം. ഇതിൽ ഭാഗ്യശ്രീ ചോദിച്ചു പോവുകയാണ്, ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല അല്ലേ? അതിന് സുമിത്ര കൊടുക്കുന്ന മറുപടി, നിനക്ക് സമാധാനം വേണോ? അത്രയല്ലേ ഉള്ളൂ. പക്ഷേ പകരം ഞങ്ങൾക്ക് സന്തോഷം തരണം. ആദ്യം 50 കോടിയുടെ സന്തോഷം. ഒരു പാലമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് സുമിത്രയും ബാലുവും.